ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സണ്ണിയാണ്, പെട്രോൾ വണ്ടിയാണ്. ഈ ആൾമോസ്റ്റ് ഇപ്പോൾ പെട്രോൾ വണ്ടികളിലെല്ലാം ഇഗ്നീഷൻ കോയിൽസ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് കണക്കൊരു സാധനമായിരിക്കും ഇഗ്നീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നോർമലി ചില വണ്ടികളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. ഇതേ പ്രശ്നം വേറൊരു വണ്ടിക്ക് കൂടി ഉണ്ട്. അത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് തരാം. ഇതൊരു പെട്രോൾ വേരിയൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ വരുന്ന ഇഗ്നീഷൻ കോയിലാണിത്. ഇതിവിടെ വന്നത് മിസ്സിംഗ് ആയിട്ട് 2 സിലിണ്ടറിൽ ഫയറിംഗ് ഇല്ലാതെയാണ് ഇവിടെ വന്നത്. അതായത് അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഓട്ടിച്ച് ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ നോക്കൂ, ഈ ഇഗ്നീഷൻ കോയിൽ ഷോർട്ട് ആവും. ഇഗ്നീഷൻ കോയിൽ ഷോർട്ട് ആവുമ്പോൾ തന്നെ അതിൻ്റെ സിംറ്റംസ് അവിടെ കാണിക്കും. അപ്പോഴേ നമ്മൾ മോണിറ്റർ ചെയ്ത് ഇതങ്ങ് മാറ്റണം. കസ്റ്റമർ എന്ത് ചെയ്ത് അന്നേരത്ത് ചെറിയൊരു മിസ്സിങ് അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് മൈൻഡ് ചെയ്തില്ല. അപ്പോൾ എന്ത് പറ്റി, ഈ കോയിൽ ഷോർട്ടായിട്ട് ഇതാ നോക്കൂ, ഇതിൻ്റെ ECM-നെയും കേടാക്കി. ഇതാണ് ഇതിൻ്റെ ECM. ഇതിൻ്റെ ECM ഡാമേജ് ആയി. ഇപ്പം നമ്മൾ ECM-നെ റിപ്പയർ ചെയ്തിട്ടുണ്ട്, റിപ്പയർ ചെയ്ത് നല്ല ക്യൂട്ടാക്കിയിട്ടുണ്ട്. അത് കൂടാതെ ഇതാ നോക്കൂ, 4 ഇഗ്നീഷൻ കോയിലും നമ്മൾ പുതിയത് OE മേടിച്ചിട്ടുണ്ട്. കാര്യം ഇനി ഇത് നല്ല പെർഫോമൻസ് കിട്ടി ബാക്കപ്പ് ആവണമെങ്കിൽ 4 ഇഗ്നീഷൻ കോയിലും കൂടി മാറ്റി കൊടുത്തേ പറ്റുള്ളൂ. കാര്യം 1 2 കൊണ്ടേ ഇതിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. അതിൽ എത്ര പെർഫോമൻസ് തരുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പുമില്ല. അപ്പോൾ എന്ത് ചെയ്യും, 4 ഒരുമിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ആ ഒരു പെർഫോമൻസും ഇതിനൊരു നല്ല ഹെൽത്തും കിട്ടത്തുള്ളൂ. ഏത് ECM-നും. അപ്പം നിങ്ങളുടെ ആരുടെയെങ്കിലും വണ്ടി ഇതേ പ്രോബ്ലം വരുന്ന മാരുതിയുടെ ഒരു വണ്ടി ഉണ്ട് കേട്ടോ, ഈക്കോയ്ക്കും സെയിം കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. അതിൻ്റെ ECM-ഉം സെയിം അവസ്ഥയിലോട്ട് പോകും. അപ്പം മിസ്സിങ്, ഇങ്ങനെയുള്ള ഇഗ്നീറ്റർ വണ്ടികളിൽ മിസ്സിങ് വരികയാണെങ്കിൽ, ഇഗ്നീറ്ററിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും അതോറൈസ്ഡ് ഡീലർ സർവീസ് സെൻറ്ററിൽ കൊണ്ട് ചെന്നിട്ട് അത് ചെക്ക് ചെയ്ത് മാറ്റി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.